ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരാഴ്ച മൊത്തം നമ്മൾ ആലപ്പുഴയിലാണ്. കഴിഞ്ഞ ദിവസം ബോട്ടിങ്ങിന് പോയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നാളെ നമ്മൾ ഞായറാഴ്ച അച്ഛൻ്റെ കുടുംബത്ത് പോവാണ്. അച്ഛൻ്റെ കുടുംബാമ്പലത്തിൽ ചേർത്തലയിലാണ്. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ പോയി വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. പെട്രോളൊക്കെ അടിച്ച് നമ്മൾ വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണി ആയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എങ്കിലും നമ്മളൊരു 8:30 ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്തല എത്തത്തുള്ളൂ. രമേശും പ്രവീൺ ചേട്ടനെയൊക്കെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വന്ന് ഏട്ടനൊന്ന് പ്രാർത്ഥിച്ച് 5 പൈസയൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ മുണ്ടയ്ക്കലോട്ട് പോവാണ്. അമ്മയും അച്ഛനും നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം അച്ഛന് കാല് വയ്യ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ പോകുന്നത്. ഇത് വെച്ച് ഇനി താമസിപ്പിക്കേണ്ട, കുടുംബത്തൂടെ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഞാനാവുന്ന പറഞ്ഞതാ 2 ദിവസം കൂടെ കഴിഞ്ഞ് പോകാമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, കയ്യോടാതെ അങ്ങ് നടക്കട്ട്, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടൈറ്റാനിയം എത്തുന്നതിന് മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൈറ്റാനിയം കഴിഞ്ഞു എന്നും പറഞ്ഞു, എങ്കിലേ അവർ ആ സമയം ഇവിടെ വന്ന് നിൽക്കത്തുള്ളൂ എന്നും പറഞ്ഞാണ് ഏട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ വന്നൊരു 10-15 മിനിറ്റ് നിന്നപ്പോഴത്തേക്ക് ചേച്ചിയും പ്രേണിച്ചേട്ടനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവർ നിൽക്കാൻ പറഞ്ഞിടത്തു നിന്നും കുറച്ച് ഫ്രണ്ടിലോട്ടാണ് നമ്മൾ വന്ന് നിന്നത്. അപ്പോൾ ഉടനെ ചേച്ചി പറയുമായിരുന്നു, ആലപ്പുഴ ചെന്നിട്ട് വണ്ടി നിർത്തിയാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ സ്കൂട്ടറിൽ അവിടെ വരെ വന്നേനെ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുവാണ്. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് പൊടിവാവ മങ്കിക്യാപ്പൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ മക്കളെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങത്തില്ല. വിളിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടിരിക്കും. അവരെയും കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. എഴുന്നേക്കെന്ന് പറയേണ്ട കാര്യമില്ല. കാശിക്കാണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ ഒത്തിരി വിളിച്ചാലേ കാശി എഴുന്നേക്കത്തുള്ളൂ. ഇതെവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചിരിക്കുവാണ്. പൊടിവാവയുടെ കുറച്ച് മാസ്റ്റർ പീസ് സ്റ്റെപ്പുകളും പാട്ടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞ് നമ്മൾ കളിച്ച്. അപ്പോൾ അവിടെ വന്ന പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ ആ ഒരു ചെടിയുടെ മണ്ടയിൽ പൂ നിൽക്കുന്നതാണ് ഞാൻ എടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചേർത്തല അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വീട് പണി നടന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാശി ഉണ്ടായതിന് ശേഷം പോയിട്ടുമില്ല. അതുകൊണ്ട് ഒരു സംശയം ഉണ്ടായി, അല്ലെങ്കിൽ ട്രെയിനിൽ വന്നാൽ മതിയായിരുന്നു, അതായിരുന്നു സുഖം. പിന്നെ നമുക്ക് വേറെ എവിടെയും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കാറിലിങ്ങ് വന്നത്. എവിടെയെങ്കിലുമൊക്കെ കയറി ഇറങ്ങി പോകണമെങ്കിൽ പിന്നെ അച്ഛന് കാലും വയ്യാലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ലച്ചു എത്താറായപ്പോഴത്തേക്ക് മുടിയൊക്കെ ചികുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോഴത്തേക്ക് അവൾ പാർവാമി ഞാനൊന്ന് ചെയ്യിക്കോട്ടെ, വെറുതെ ഇരി എന്നൊക്കെ ആണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി നടുവൊക്കെ ഒന്ന് നിവർത്തി ഇവിടുത്തെ പൂജ എന്തുവാണെന്നോ അവിടെ എന്തോ വാങ്ങിച്ച് കൊടുക്കണ്ടേന്നൊക്കെ നമ്മൾ തിരക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അമ്മ എണ്ണയും തിരി എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. വാങ്ങിച്ചുകൊണ്ടല്ല, നമുക്ക് കടയുള്ളതുകൊണ്ട് കടയിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. ഇവിടെ ആണെങ്കിൽ 2 മാലയും ഒരു താമരപ്പൂവും കൂടെ 120 രൂപയാണ്. 240 രൂപയായി 2 എണ്ണം വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ഇവിടുത്തെ നേർച്ച എന്തോ നമുക്കറിയത്തില്ല. ഇതെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതാണ്. നമുക്ക് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് തന്നെ അത് കെട്ടിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ അത്രയും കൂടെ നല്ലതായിരുന്നു എന്ന് നമ്മൾ അതുവരെ വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പോവാം. അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് കയറി. അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ എല്ലാം ഒന്ന് സ്കാൻ ചെയ്യുവാണ്. വർഷം 7 നമ്മളിവിടെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. വഴിയാണെങ്കിൽ ചോദിച്ചൊക്കെയാണ് വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിൽ കയറാൻ പോവാണ്. എവിടെ കുളത്തിൽ ചെന്നാലും കാശിക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കയറത്തില്ല. കാശിയാണെങ്കിൽ പ്രാന്ത് പിടിച്ച പോലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി വെള്ളമൊക്കെ തളിച്ച് കയറുവാണ്. അപ്പം ശരിക്കും മീനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൊരിയൊന്നും വാങ്ങിച്ചുകൊണ്ട് പോവില്ല. നമ്മൾ അങ്ങോട്ട് അതറിയുന്നില്ല, മീനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നില്ല. നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിലെ പോലെ അത്രയും വലുതല്ലെങ്കിലും ചെറിയ മീനായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതു. എല്ലാവരും തൊഴുതു. അപ്പോൾ ചേച്ചിയും ഫ്രണ്ട്സിൻ്റെയൊക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അർച്ചനയ്ക്കൊക്കെ എഴുതാനും. അകത്ത് ചെന്നപ്പോഴാണ് അറിഞ്ഞത് എവിടെ എഴുതുന്നതെന്നും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. നമുക്ക് അറിയത്തില്ലല്ലോ, ഒരുപാട് നാളായില്ലേ വന്നിട്ട്. അങ്ങനെ പിന്നെ അതെല്ലാം എഴുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഞങ്ങളെല്ലാം തൊഴുതിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാശിയാണെങ്കിൽ ഇങ്ങനെ ചാടി നിൽക്കുക. അവിടാണെങ്കിൽ കാളയെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ അങ്ങോട്ട് പോകണ്ട, നമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ ചേച്ചി ക്യൂവിൽ നിൽപ്പുണ്ട്. അതിനാണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് നടന്നു പോകുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ അർച്ചനയും രക്തപുഷ്പാഞ്ജലി എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. പൊടിവാവയാണെങ്കിൽ പ്രവീൺചേട്ടൻ്റെ കയ്യിലിരിക്കുവാണ്. നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ചാടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവൾ ഞങ്ങളെ കണ്ടില്ല. ഞങ്ങൾ അകത്തുനിന്ന് ഇറങ്ങാൻ ഇച്ചിരി താമസിച്ചു. ചേച്ചിയൊക്കെ നേരത്തെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ അങ്ങ് ഡാൻസ് നടത്തമൊക്കെ ആയി. ഇങ്ങനെ നടക്കുന്നതേ ഒരു ഡാൻസ് കളിക്കുന്ന രീതിയിലാണ് കേട്ടോ.
ഇതാ ഞാൻ പറഞ്ഞ അവിടെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം നമ്മൾ അപ്പുറത്ത് ഇരുന്നിടത്തും ഉണ്ടായിരുന്നു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാളിനുള്ള വൃക്ഷത്തിന് നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ എൻ്റെ നാള് പുണർതമാണ്, അപ്പോൾ മുളയാണ് എൻ്റേത്. അപ്പോൾ നമ്മളതിന് ഒരു കുടം വെള്ളം കൊണ്ടൊഴിക്കണം. അങ്ങനെ എല്ലാവരുടെ നാളിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുവിൻ്റെ പൂയമാണ്, അതിന് ലച്ചു വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. പക്ഷേ ഇത് കൊള്ളാം, ഞാൻ വേറെ ഒരു അമ്പലത്തിൽ ഇതിങ്ങനെ കണ്ടിട്ടില്ല. ഇതെല്ലാ നാളിനുള്ള മരങ്ങളും ചുറ്റിനും നട്ടു വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ശിവനെയും വെച്ചിട്ടുണ്ട്. ആ ശിവൻ്റെ അവിടുത്തെ അടുത്ത് നമ്മൾ വെള്ളം ഒഴിക്കരുതെന്നും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ശിവൻ്റെ അമ്പലമാണ്. 2 ശിവൻ്റെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അമ്പലത്തിനകത്ത് തന്നെ 2 ശ്രീകോവിൽ പോലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ വന്നതുകൊണ്ട് നമുക്കത് അറിയാമായിരുന്നു, പക്ഷേ അത്ര ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ നല്ല അമ്പലമാണ്. നമ്മൾ വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെന്ന് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പായസത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം വാങ്ങിക്കാനായിട്ട് ചേച്ചിയും പ്രവീൺചേട്ടനൊക്കെ പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ അവിടെ നിരന്നിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറങ്ങുവാണ്. ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന പായസമാണ്. അതാണെങ്കിൽ നമ്മുടെ ശർക്കര പായസം ഉണ്ടല്ലോ, അതായിരുന്നു. പാൽപ്പായസം ഉച്ചയാവും എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം പാൽപ്പായസത്തിൻ്റെ ആളാണ്. ഞങ്ങളെല്ലാവരും അല്ല, ഞാനും ലച്ചുവും കാശി. ബാക്കി ചേച്ചിക്കും പ്രേംചേട്ടനൊക്കെ ശർക്കര പായസം ഇഷ്ടം. ഞങ്ങൾക്ക് പാൽപ്പായസം. പക്ഷേ അത്രയും സമയം നമുക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പുട്ടും കടലക്കറിയും പിന്നെ കിണ്ണത്തപ്പവും ആയിരുന്നേ. കടലക്കറി ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നു, പുട്ടും കിണ്ണത്തപ്പവും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരുന്ന് കിണ്ണത്തപ്പം അങ്ങനെ അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് വണ്ടി ഒതുക്കിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം പുട്ടും കടലക്കറി എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ലച്ചുവിന് നടുറോഡിൽ നിന്ന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഡാൻസും എല്ലാം കളിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോരുവാണേ. അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ് കൃപാസനം. അപ്പോൾ അത് അമ്മ അവിടെ കയറണമെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. അവിടെ വന്നപ്പോഴത്തേക്ക് ബ്ലോക്കും ആയിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇരുന്ന് എൻ്റെ വീഡിയോ കാണുവാണേ, ബോട്ടിങ്ങിന് പോയതിൻ്റെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മണ്ണാറശാലയിലോട്ടാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നട അടയ്ക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. കറക്റ്റ് നമ്മൾ വന്നത് 12:20 ആയപ്പോഴാണ് മണ്ണാർശാല വന്നത്. 12:30 ആകുമ്പോഴത്തേക്ക് നട അടയ്ക്കുമായിരുന്നു. നമ്മളിപ്പോൾ വേഗം അങ്ങ് നടന്ന് പോവുകയാണേ. മുടിയെല്ലാം അങ്ങ് ചെടയായിട്ടുണ്ടായിരുന്നു, അത്രയും സമയം നമ്മൾ അഴിച്ചിട്ടത് കൊണ്ട്. അങ്ങനെ പിന്നെ ഞാനൊരു ക്ലിപ്പും എടുത്ത് കുത്തിക്കൊണ്ടങ്ങ് കയറുവാണേ. അപ്പോൾ അവിടെ ആ മരത്തിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ തിരുവനന്തപുരത്ത് സൂവിലും ഇതുപോലെ ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ട്. അതിൻ്റെ അതിൽ ഇങ്ങനെ പൂവും ഇങ്ങനെ കായും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെയും വന്ന് കാലൊക്കെ കഴുകി വെള്ളമൊക്കെ തളിച്ച് കയറുവാണ്. നമ്മൾ പുട്ടും കടലേ കഴിച്ചുള്ളെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ തളിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ അവിടെ തന്നെയാണെങ്കിൽ കുഞ്ഞാമയുണ്ടല്ലോ, അതിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്ന് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മറ്റേ നീർക്കാക്ക വന്ന് അതിനെ ആണെങ്കിൽ തട്ടി അങ്ങ് വെള്ളത്തിലോട്ട് ഇട്ട് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും നോക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്ത്. ആ സൈഡിലിരിക്കുന്ന കുഞ്ഞു സാധനമാണ് ആമ, കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങ് അകത്തോട്ട് കയറി, അകത്തോട്ട് വന്ന് തൊഴുത്. അപ്പോഴത്തേക്ക് ഒരു മണി അടിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ ഓടിപ്പോയി തൊഴാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ എഴുതി അച്ഛന് തൊഴാൻ പറ്റത്തില്ലായിരിക്കും എന്ന്. അച്ഛൻ പതുക്കെയല്ലേ നടന്നു വരുന്നത്. പക്ഷേ എല്ലാം ഭാഗ്യം കൊണ്ട് അച്ഛനും തൊഴാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടുന്ന് നിലവറയിൽ അവിടോട്ട് പോവുകയാണ്. അവിടുത്തെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട്, മണ്ണാർശാല അമ്മയെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ ആളുണ്ടായിരുന്നു. അവിടെ കയറി അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചോദിച്ചില്ല. നമ്മൾ തൊഴുതു, നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കത്തെ അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ജനം. നമുക്കറിയാൻ വയ്യ. നേരത്തെ ഒരു വട്ടം നമ്മൾ വന്നപ്പോഴും നമുക്ക് തൊഴാൻ പറ്റിയില്ല. 12:30 കഴിഞ്ഞായിരുന്നു നമ്മൾ കയറി. അപ്പോൾ ഇന്ന് എന്തായാലും തൊഴാൻ പറ്റിയെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടുത്തെ തിരക്കൊക്കെ കുറഞ്ഞ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നോക്കി വന്നിട്ട് ലാസ്റ്റ് കായംകുളത്തു നിന്നാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. ഇപ്പോൾ ഈ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് കടകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ഹോട്ടലിൽ കയറി. നല്ല ഫുഡായിരുന്നു, ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും. മീനും കക്കയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചെല്ലാവരും കഴിച്ചു. ബിരിയാണി ഉണ്ടായിരുന്നു. ചേച്ചിയും പിള്ളേരും ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി നല്ലതായിരുന്നു പറഞ്ഞു കേട്ടോ. ചോറും നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓച്ചിറയിലോട്ടാണ് വന്നത്. 28ാം ഓണത്തിൻ്റെ പരിപാടികൾ അവസാനിച്ചിട്ടില്ല. കളകളെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. 2-3 വർഷം മുമ്പ് ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അതിനുശേഷം ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഇത് കാണണമെന്നൊരാഗ്രഹം. നമ്മൾ കരുനാഗപ്പള്ളി ഉള്ളവർക്കൊക്കെ എല്ലാ ദിവസവും വന്ന് അവർ കാണും. ചേച്ചിയൊക്കെ തലേന്ന് വന്ന് കണ്ടെന്ന് പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഇതൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ കയറാമെന്നും പറഞ്ഞാണ് കയറിയത്. അപ്പോൾ അവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. പിള്ളേർക്ക് ഡാൻസ് കളിക്കാൻ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പൊടിവാവയ്ക്കാണെങ്കിൽ എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് നാണം വന്ന് കുഞ്ഞ് കളിക്കുന്നില്ല, ഇങ്ങനെ അടുത്തോട്ട് വരുമോ, നമ്മൾ പറയുന്നു കളിക്കുന്നു പറഞ്ഞ് എല്ലാവരും അവളെ പ്രോത്സാഹിപ്പിക്കുന്നെങ്കിലും അവൾക്ക് കളിക്കാൻ പറ്റുന്നില്ല. അവൾ നാണിച്ച് അങ്ങ് നിൽക്കുവാണ്. അവിടെ മൊത്തം ആൾ നിൽക്കുന്നത്. അത് കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞ് അന്തം വിട്ട് നിൽക്കുക. പക്ഷേ ഓണത്തിന് നമ്മൾ സ്റ്റേജിൽ കയറ്റി കളിപ്പിച്ചപ്പോൾ അവളെ ഫ്രണ്ടിൽ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പാട്ട് തീരുന്നവരെ അവൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. മിടുക്കിയാട്ടോ. അങ്ങനെ അവൾ ഡാൻസൊക്കെ കളിച്ച് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്കങ്ങ് മതിയായി. നമ്മൾ അവളെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തുകൊണ്ട് ബാക്കി കാഴ്ചകൾ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും എല്ലാവരും തൊഴണമെന്നും പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അച്ഛന് കാല് ചെറിയ നീരായിട്ടുണ്ട്. പക്ഷേ അച്ഛൻ പറയുന്നത് കുഴപ്പമില്ല, നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. അച്ഛൻ്റെ കാല് ആദ്യം കാണാം കേട്ടോ. അച്ഛനവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കാലിൽ ചെറിയ നീര് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്ന് ഞാൻ ഇച്ചിരി സിന്ദൂരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ മറ്റേ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ചില ദിവസങ്ങളിൽ ചില ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സിന്ദൂരം തേക്കണമെന്ന് തോന്നി അങ്ങനെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആ ഒരു ബലൂൺ വാങ്ങിച്ചു. പൊടിവാവയ്ക്കും കാശിക്കും വാങ്ങിച്ചത്. ശ്രീമോന് ഊതാൻ അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തോ വാങ്ങിക്കണം, എന്തോ നോക്കണം എന്നുള്ള കാഴ്ചയല്ലേ. നമ്മൾ അടുത്തോട്ട് പോവാണ്. കാളകൾ വലിയത് മാറി കുഞ്ഞത് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് പിന്നെ കാലയിലിടുന്ന മറ്റേ സാധനമാണ്. അപ്പോൾ ചേച്ചിക്ക് അതൊരെണ്ണം വാങ്ങിക്കണമെന്നും പറഞ്ഞ് വെച്ച് നോക്കിയിട്ട് ചേച്ചി പറയുന്നു ചേരുന്നില്ല. നമ്മൾ വെച്ച് നോക്കിയതോളൂ വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് ലച്ചുവിൻ്റെ ഒരു താമരയുടെ മാല വേണമെന്നും പറഞ്ഞ് വന്ന് നോക്കിയതാണ്. അവിടെ താമരയുടെ മാല ഇല്ലായിരുന്നു. പിന്നെ ലച്ചുവിൻ്റെ കയ്യിൽ നമ്മൾ ഇതുണ്ടല്ലോ പച്ച കുത്തത്തില്ലേ, അത് ചെയ്തിട്ടുണ്ട്. അവൾക്കത് മതിയെന്ന് പറഞ്ഞ് ഞാനത് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നാരങ്ങ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ പോയി കുടിക്കാമെന്ന് പറഞ്ഞ ഉടനെ വേണ്ട, നീ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി, ഇവിടെ ആൾത്തറയിൽ ആളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ സോഡ നാരങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും തൊഴുതിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും പോയി എല്ലാവർക്കും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ സോഡയ്ക്കൊന്നും ഒരു ഗ്യാസും ഒന്നും ഇല്ലായിരുന്നു. ചേച്ചി കുടിച്ചിട്ട് പറയുന്നത് കൊള്ളത്തില്ലായിരുന്നെന്ന്. അപ്പം ഞാൻ വെള്ളമാണല്ലോ, നാരങ്ങ വെള്ളമേ ഞാൻ കുടിക്കാറുള്ളൂ. അപ്പോൾ കാശി ഒരെണ്ണം വാങ്ങിച്ചു കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു അമ്മയെ വാങ്ങിക്കല്ലേ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് കുടിച്ചതും ഇല്ല വെള്ളം. നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെറുതെ കളയും. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങി നമ്മൾ റോഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രവീൺ ചേട്ടൻ അപ്പുറത്തെ സൈഡിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. അത് എടുത്തിട്ട് വരാൻ നിങ്ങൾ റോഡിലോട്ട് നിൽക്കാൻ പറഞ്ഞു. ഇവിടെ ഫ്രണ്ടിലൊന്നും വണ്ടി നിർത്തുന്നില്ലായിരുന്നു കേട്ടോ. ബ്ലോക്കായിരുന്നു, ഫുൾ പോലീസും ആയിരുന്നു. എന്തൊരു ജനമാണെന്നറിയാമോ, ഓരോരോ കാളകളെ ഇളക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇത്. എന്നിട്ടും അവിടെ ആവശ്യം പോലെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിന്നപ്പോൾ തന്നെ ഒരു ആംബുലൻസും പോയി. എന്താ സംഭവം നമുക്കറിയാൻ വയ്യ. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായതായിരിക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രവീൺ ചേട്ടൻ വന്ന് നമ്മൾ വണ്ടി കയറി. കരുനാഗപ്പള്ളി വന്നപ്പോഴത്തേക്ക് ചേച്ചി വണ്ടിയൊക്കെ നിർത്തി നമ്മൾ വണ്ടി നിർത്തി. അങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കുവാണ്. പൊടിവാവയ്ക്കാണെങ്കിൽ തീരെ മനസ്സില്ല പോകാനെ കൊണ്ട്. പൊടിവാവ എൻ്റെ കയ്യിൽ ഇരിക്കുവാണ്. അപ്പോൾ ഉമ്മയൊക്കെ തന്നു. അങ്ങനെ പോവാമെന്ന് പറഞ്ഞെങ്കിലും ചേച്ചിയിലേക്ക് കൊടുത്തപ്പോഴത്തേക്ക് കുഞ്ഞങ്ങ് ഭയങ്കര കരച്ചിലും കിടന്ന് തുള്ളുമൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞു കേട്ടോ. കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നതാണ് ഇഷ്ടം. എല്ലാവരും കൂടി ഇത്രയും സമയം ഇരുന്നിട്ട് പോകുമ്പോഴത്തേക്കേ അവൾക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ പിന്നെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം കണ്ട ഉടനെ അച്ഛൻ പറഞ്ഞു ഇനി വാ, ഉഴുന്നോടെ വാങ്ങിക്കാൻ പൈസ തരാമെന്നും പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുവാണ് ലച്ചുവിൻ്റെ. അപ്പോൾ പറഞ്ഞ് ലച്ചു ചോദിക്കുന്നു പൊടിവാവയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഉള്ളു പൊടിവാവയ്ക്ക്. അത് അവളെ ചോദിക്കുന്നത് കേട്ടോ. അതിന്നിട്ട് ചിരിക്കുന്നത്. ഞാൻ പറയാം അതെ, പൊടിവാവയ്ക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി, നിനക്ക് വാങ്ങിച്ചു തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് അവരോട് ടാറ്റ പറഞ്ഞ് പോവാണ്. അപ്പം ശ്രീമോനാണെങ്കിൽ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം പൊടിവാവ ഇടയിൽ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിപ്സും ഒക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക. പൊട്ടിക്കാനാവുന്ന എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ചിപ്സ്. ഒരെണ്ണം പൊട്ടിച്ചത് കാശ് കഴിക്കുന്നുണ്ട്, അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനും. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഇങ്ങ് പോകുന്നു. നമ്മൾ ചവറയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചായയും കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ നിന്ന് കുടിക്കാം, ഇനിയിപ്പോൾ വണ്ടി നിർത്തണ്ടല്ലോ. അങ്ങനെ പപ്സും ഷവർമ്മയും ഏത്തക്കാപ്പവും ചായയും കോഫിയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. കാശിക്ക് ഒരു വാട്ടർമെലൺ ജ്യൂസും അതൊക്കെ പതിയെ വരത്തതേ ഉള്ളൂ. ആദ്യം ചായ ഇതൊക്കെ തന്നിട്ട് അമ്മ പറയുന്നത് ഷവർമ്മ കൊള്ളത്തില്ല, നമ്മൾ വാങ്ങിക്കുന്നതല്ല. ഞാൻ പറയും ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ലേ, നമ്മൾ അന്നേരം പോയി ലൈവായിട്ട് വാങ്ങിക്കുന്നതായതുകൊണ്ട് സൂപ്പറായിരിക്കും, ഇത് പക്ഷേ അങ്ങനത്തെ അല്ലെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും അത് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്തു. ഞാനൊന്നും കഴിച്ചില്ല, ഞാൻ ഒരു കോഫി കുടിച്ചത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് ഏട്ടനാണെങ്കിൽ ശ്രീമോനെ ഇങ്ങെടുത്ത് പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. അത്രയും സമയം അകത്തിരുന്നതല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ വെളിയിൽ ഇറങ്ങി നിന്ന് കുറച്ച് സമയമൊക്കെ അപ്പോഴത്തേക്ക് കാശിയുടെ ജ്യൂസ് വന്നു. കാശിയാണെങ്കിൽ വെളിയിലോട്ട് തലയിട്ട് നിന്ന് വലിയ ഇതിൽ കുടിക്കുവാണ്. ശ്രീമോനാണെങ്കിലും അത് വേണം, അതിനിങ്ങനെ നിന്നതാണ്. അപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു പട്ടി അവിടെ ഇരുന്നു. അപ്പോൾ അതിന് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചത്. അപ്പോഴത്തേക്ക് ആ വലിയൊരു പട്ടിയും കൂടെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പട്ടികളെ വിളിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വണ്ടി കയറി പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ചവറയല്ല നീണ്ടാരെ എത്തിയപ്പോഴത്തേക്ക് മീൻ ഇങ്ങനെ കൊണ്ടുവച്ച് വിൽക്കുമല്ലോ. അപ്പോൾ ഒന്ന് ഒതുക്കാൻ പറഞ്ഞ് ഒതുക്കിയപ്പോൾ ഇവർ പറയുന്നത് 100 രൂപ 50 രൂപയൊക്കെ ഉള്ളൂ എന്ന് പറയുന്ന ആ മീൻ. ചാളയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനും വാങ്ങിക്കാൻ പറഞ്ഞത്. കരിഞ്ചാളയാണെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. എനിക്കിഷ്ടമല്ല, മീനൊന്നും ഞാൻ കഴിക്കത്തില്ല.
എങ്കിൽ പോലും മുള്ളല്ലേ, കൊച്ചിനും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കാശിക്ക്. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടും അച്ഛൻ 150 രൂപയ്ക്ക് വാങ്ങിച്ചു, 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് ഇങ്ങ് പോരുവാണ്. നമ്മുടെ തങ്കശ്ശേരിയിലെ കടപ്പുറമാണ് കാണുന്നത് കേട്ടോ, മീനിൻ്റെയൊക്കെ ഭാഗം. അത് കഴിഞ്ഞ് നമ്മൾ വീടെത്തി എല്ലാവരും ഇറങ്ങി. പോയ ഉത്സാഹം തിരിച്ചു വരുമ്പോൾ ഇല്ല, അതെല്ലാ വട്ടവും ഉള്ളത് തന്നെയാണ്. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ എടുക്കുവാണ്. അമ്മ തേയിലവെള്ളമൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. നമ്മളാണെങ്കിൽ ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് നോക്കി പോയിട്ട് ഒരു ചായക്കട പോലും കണ്ടില്ലായിരുന്നു ആലപ്പുഴ എത്തുന്നത് വരെ. അതുകൊണ്ട് രാവിലത്തെ ചായ കൂടി ഇല്ലായിരുന്നു. അമ്മ തേയിലവെള്ളം ഇട്ടത് കൊണ്ട് എല്ലാവരും ഓരോ ഗ്ലാസ് കുടിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിലോട്ടിങ്ങ് തിരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതാരും മറക്കല്ല കേട്ടോ. വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോകുന്നതാണോ എന്ന് എനിക്കറിയാൻ വയ്യ, ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്